അതിനുവേണ്ടി നന്നായിട്ട് പാചകം അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നു. അതാണ് കാർത്തുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അതേ ടേസ്റ്റ് ഇവിടെ കിട്ടിയത്. കാർത്തുണ്ടാക്കുന്ന ഭക്ഷണം പോലെയാണോ ഇപ്പൊ കഴിക്കുന്നത്? അതിന്റെ 4 ഇരട്ടി ടേസ്റ്റാ. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ ഇത് നല്ലൊരു അവസര പാചകം പഠിക്കാൻ. അവർക്കൊപ്പം അടുക്കളയിൽ കയറിയ ചുരുങ്ങിയത് 1 മാസം കൊണ്ടെങ്കിലും നീ നല്ലൊരു കുക്കാകും. പിന്നൊന്നും പേടിക്കാനില്ല. പിന്നെ ഈ കള്ളക്കളിയും വേണ്ട. എല്ലാം അതിന്റേതായ വഴിക്കങ്ങ് പൊക്കോളും. അതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ശ്രമിക്കാൻ? നീ മാഗസിനും വായിച്ച് ടിവിയും കണ്ടോണ്ടിരിക്കും. ഒരിക്കലും പണിയും പഠിക്കൂല. എല്ലാം പഠിച്ചു വെച്ചാ ഇപ്പതേ എന്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട പോലെ കള്ളത്തരം പിടിച്ചപ്പോ വിളറി വെളുത്ത പോലെ നിക്കേണ്ടി വരില്ല. ശരി ശരി, ഞാൻ പഠിച്ചോളാം. പിന്നെ ഏതായാലും പിടിക്കപ്പെട്ടു. ഇനി അവർക്കുള്ള മാസശമ്പളം അനന്തേട്ടൻ അങ്ങ് കൊടുത്തേക്കണേ. അതിന് ശമ്പളം എത്രയാണെന്ന് പറഞ്ഞില്ലല്ലോ. 10,000 എന്നാ പറഞ്ഞത്. 10,000? ആഹാ, അപ്പച്ചിയോ? ഞാൻ കുറച്ചു മുമ്പ് അപ്പച്ചിയെ കുറിച്ച് ഓർത്തേ ഉള്ളൂ. ഇനിയിപ്പോ മോൾ ഓർക്കുന്ന സമയത്തൊക്കെ ഞാൻ ഓടിയെത്തും. മോൾ എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലെ ഇങ്ങനെ ഒട്ടി നിൽക്കുക. അതുകൊണ്ടാ ഞാനിടയ്ക്ക് ഇയാളോട് ചോദിച്ചത്, തന്നെ കാട്ടിക്കളഞ്ഞ അമ്മ അപ്പച്ചിയാണോന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, സ്വന്തം മക്കളെ പോലും കളഞ്ഞിട്ട് അതുപോലെയല്ലേ അപ്പച്ചി ഇപ്പൊ ഇയാളെ സ്നേഹിക്കുന്നേ? അത് ഒരു തെറ്റായി പോയോ? അങ്ങനെയാണെങ്കിൽ ഞാനിനി കാർത്തൂനെ വിളിക്കുന്നില്ല, കാണാനും വരുന്നില്ല. സാറ് വെറുതെ ഓരോന്നും പറയുന്നത് അപ്പച്ചി. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എന്നോടും പറയും. ഞാൻ കാർത്തൂന് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് നിന്നോട് പറഞ്ഞതാണല്ലോ. പിന്നെന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംസാരങ്ങൾ? എന്റെ മക്കളുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല. ഞാൻ അവരങ്ങനെ ആക്കിയതെങ്കിലും എല്ലാവരുടെ ഉപദേശം കേട്ട് അവര് കുറച്ചെങ്കിലും മാറണ്ടേ? കാർത്തു ആണെങ്കി ഇപ്പൊ അവിടുന്ന് പോരുകയും ചെയ്തു. എന്നിട്ടും മാറ്റൂല. മാറ്റില്ലെന്നൊന്നും പറയണ്ട. മഞ്ജു എടുത്ത് ഇപ്പോ നന്നായിട്ട് പാചകമൊക്കെ ചെയ്യുന്നില്ലേ? അതൊരു വലിയ മാറ്റമല്ലേ? അതിലെനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അന്ന് ഞാൻ പോയി കറികളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ അതിനൊക്കെ കാർത്തും പവിത്ര ഉണ്ടാക്കുന്ന രുചിയുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് അവൾ അത്രയും നന്നായി കറികൾ ഉണ്ടാക്കോ? ഭാഷ കയറിയപ്പോ പഠിച്ചു കാണും അപ്പച്ചി. അതിലിനി കള്ളത്തരമൊന്നും ഇല്ലാതിരുന്ന മതിയായിരുന്നു. അല്ല, എന്താണ് എല്ലാവരോടും ഒരു ചർച്ച? ആ, കണ്ണനോ? ഞാൻ കണ്ണനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. ജമാലൊക്കെ പറഞ്ഞു കടയുടെ മുമ്പിലൂടെ പോയെന്ന്. എന്നിട്ട് പിന്നെന്താ കേറാത്തത്? ഞാൻ അവിടെ കേറിയ എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് കഴിക്കും. പവിത്രയാണെങ്കി കാശ് വാങ്ങില്ല. അനന്തരവന്റെ കടയല്ലേ, ഇയാളുടെ പണം കൊണ്ട് അത് തുടങ്ങിയത്. അതൊക്കെ എനിക്കറിയാം. അതിന് ഇവന് ലാഭത്തിന്റെ ഒരു വിഹിതം കൊടുത്താ മതി. എന്നുവെച്ച് കടയിലേക്ക് വരുന്നവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാതിരുന്നാലോ? അരുണ് ലാഭവിഹിതം വാങ്ങിക്കുന്നില്ലല്ലോ. എന്റെ ലാഭമാണ് ഈ നിൽക്കുന്ന കണ്ണേട്ടം വളർത്തിയ മോള്. ഇതിനപ്പുറം എനിക്ക് ഒരു വിഹിതവും വേണ്ട. കടങ്ങൾ ഒരുപാടുണ്ടായിരുന്നേ. 4-5 പശുക്കള്, തട്ടുകട, അങ്ങനെ കണക്ക് ഒരുപാടുണ്ട് വീട്ടാൻ. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കടങ്ങൾക്കും പകരമാണ് എന്റെ ഈ കാർത്തൂന്ന്. കണ്ണനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരൂ. ഞാനിപ്പോ വരാം. അവര് തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ കൈമാറുന്നുണ്ട്. ആ രഹസ്യം എന്താണെന്നാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. എന്തായാലും കണ്ടേട്ടനെ കണ്ട ശേഷമാ അപ്പച്ചി ഞാൻ അയാളോട് സംസാരിക്കാം. എന്തായാലും നടന്നത് നടന്നു. അതൊക്കെ സംഭവിച്ചിട്ട് വർഷങ്ങൾ കഴിയുകയും ചെയ്തു. ഇനി അയാളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും കാർത്തൂന്റെ അമ്മയ്ക്കില്ല.
ഞാൻ എല്ലാം മറന്നതാ. അപ്പോഴവന്റെ വരവ് പഴയതൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട്. അന്ന് എനിക്ക് ചതി പറ്റിയപ്പോ മാനസികമായി ഞാൻ തളർന്നുപോയി. ആ ഷോക്കിൽ നിന്ന് മുക്തയാവാൻ മാസങ്ങളെടുത്തു. അന്ന് ഞാൻ പെട്ടെന്ന് റിക്കവർ ആയിരുന്നെങ്കിൽ അവൻ ഈ നാട്ടിൽ നിന്ന് പോവില്ലായിരുന്നു. ഏത് വിധിയുടെയും കൊന്നേനെ ഞാൻ അവനെ. എന്തായിരുന്നു നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? അതൊന്നും ആരോടും പറയാൻ എനിക്ക് താല്പര്യമില്ല കണ്ണ. എന്റെ ഇപ്പോഴത്തെ പേടി അവൻ ഇനി കാർത്തൂനെ തേടി വരുമെന്ന. അതിന് കാർത്തൂനെ പോലൊരു മോളുണ്ടെന്ന് അയാളെങ്ങനെ അറിയാനാ? എങ്ങനെയെങ്കിലും അറിഞ്ഞാലോ? കാർത്തൂന്റെ അമ്മ തന്നെ സ്വന്തം മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞത് എന്നെ കണ്ടതിന് ശേഷം. അന്ന് കാർത്തൂനെ കാട്ടിക്കളഞ്ഞിട്ട് പോകുമ്പോ നിങ്ങളെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ മോളുടെ അമ്മ ഈ അമ്മയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റൂ. അങ്ങനെങ്കിൽ ഇന്നും സ്വന്തം മക്കളെ പോലെ തന്നെ അമ്മയും കാർത്തൂന്റെ ശത്രുവായിരുന്നെ അല്ലേ? നമ്മളാരും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആരും സത്യം അറിയാനും പോകുന്നില്ല. പക്ഷേ എനിക്കെന്തോ ഒരു ഭയം പോലെ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ ഭയക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. കാർത്തൂനെ തേടി ഒരിക്കലും മോളുടെ അച്ഛൻ വരാൻ പോകുന്നില്ല. എന്താ പറഞ്ഞേ? മോളുടെ അച്ഛനെന്നോ? അത് പിന്നെ ഞാൻ കണ്ണന്റെ നാവിൽ നിന്ന് അങ്ങനെ വരരുത്. ഒരച്ഛനാവാൻ യോഗ്യതയില്ലാത്തവനാ. അതുകൊണ്ട് അവന് കുഞ്ഞുങ്ങളില്ലാന്ന് അറിയാൻ കഴിഞ്ഞത്. എനിക്കറിയാം അയാളോട് കാർത്തൂന്റെ അമ്മയ്ക്കുള്ള ദേഷ്യം. എന്നെ കാർത്തൂന്റെ അമ്മയെന്ന് വിളിക്കുമ്പോ കേൾക്കാൻ വല്ലാത്തൊരു സുഖ. അതേ നാവുകൊണ്ട് ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തനെ മോളുടെ അച്ഛനെന്നൊക്കെ വിളിക്കുമ്പോ എനിക്ക് കണ്ണനോട് തന്നെ ദേഷ്യം തോന്നാം. അത് പറഞ്ഞു പോയില്ലേ, ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്റെ അച്ഛനെ കണ്ടല്ലോ, ഏത് സമയത്തും ദൈവചിന്തയോടെ നടക്കുന്ന ആളാ. പക്ഷേ ആ അച്ഛന് പോലും അവൻ എങ്ങനെയെങ്കിലും മരിക്കണമെന്നുണ്ട്. അതിൽ അത്ഭുതമൊന്നുമില്ല. ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഇയാളെ പോലെ ഒരുത്തൻ കുറെ നാള് വെള്ളമിറക്കാതെ കിടന്നിട്ട് മരിക്കണേന്ന്. പക്ഷേ ലോകത്തുള്ള സകല ദുഷ്ടന്മാരെ അങ്ങനെ ദൈവം കൊല്ലില്ലല്ലോ. എന്തായാലും നേരായ മാർഗത്തിൽ അവനൊരു മരണം ഉണ്ടാവില്ല. ചെയ്ത പാപങ്ങളുടെ പലിശ ഒടുക്കിട്ടെ ഇവിടുന്ന് അവന് പോവാൻ പറ്റൂ. മരണക്കിടക്കയിൽ കിടക്കുമ്പോ എനിക്കവനെ ഒന്ന് കാണണമെന്നുണ്ട്. വേറെ ഒന്നിനുമല്ല, ആ മുഖത്തേക്ക് കാറി തുപ്പാൻ. എന്നെ കാണുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തിനെ പറ്റി നീ ഒന്ന് ഓർക്കണം. ഞാൻ ജയിലിലേക്ക് പോയ ശേഷമാണ് എന്നെ വെറുതെന്ന് ഞാൻ പറഞ്ഞല്ലോ കണ്ണേട്ടാ. അതിനു മുമ്പ് ഏട്ടൻ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ജയേച്ചിക്ക് കുറച്ചൊക്കെ സ്വാർത്ഥത ഉണ്ടായിരുന്നു. എന്നാ അങ്ങനെ ആയിരുന്നില്ല എന്റെ ജീവേട്ടൻ. നീ കരുതുന്ന പോലെ നിന്റെ ജീവേട്ടൻ അത്ര നല്ലവനൊന്നുമല്ല. അതെന്താ കണ്ണേട്ടാ അങ്ങനെ പറഞ്ഞത്? ഇതിനു മുമ്പ് കണ്ണേട്ടന് ജീവേട്ടനെ അറിയോ? അയാളെ ഞാനന്ന് നിന്റെ വീട്ടിൽ വരുന്ന സമയത്ത് ആദ്യമായിട്ട് കാണുന്നേ. പക്ഷെ അയാളുടെ മൊത്തത്തിലുള്ള രൂപം കണ്ടിട്ട് അയാൾ അത്ര ശരിയാണെന്ന് തോന്നില്ല. ഞങ്ങൾ തമ്മില് പ്രായത്തിൽ ഒരുപാട് വ്യത്യാസം ഉള്ളതുകൊണ്ട് ഏട്ടൻ എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇതുവരെ ഞങ്ങൾ വഴക്ക് കൂടിയിട്ടില്ല, ഒന്ന് തല്ലിയിട്ടുമില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് പഠിക്കാത്ത കാര്യത്തിനാ. കുട്ടിക്കാലത്ത് എനിക്ക് ട്യൂഷൻ തന്നതും ഏട്ടനായിരുന്നു. ആള് പഠിക്കാൻ വലിയ മിടുക്കനായിരുന്നു. അതുകൊണ്ടല്ലേ ഡോക്ടറായത്. പക്ഷെ പഠിച്ച് ഡോക്ടറായതുകൊണ്ട് അത്ര നല്ലവനൊന്നും ആവില്ല. എന്റെ അനിയന്റെ കാര്യം തന്നെ നോക്ക്. കണ്ണേട്ടാ, ഉണ്ണിയെപ്പോലെ ആയിരുന്നില്ല എന്റെ ജീവേട്ടൻ. അതിനേക്കാളും പ്രശ്നക്കാരനായിരുന്നു കാണും. അല്ല കണ്ണേട്ടാ, മനുഷ്യത്വമുള്ള കൂട്ടത്തിലായിരുന്നു. പഠിച്ച് ഡോക്ടറായിട്ടും അതിന്റെ ഒന്നും ഒരു അഹങ്കാരം ഇല്ലായിരുന്നു. നീ കൂടുതൽ അങ്ങേരെ പറ്റി ഒന്നും പറയണ്ട. അയാളെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ കണ്ടോളാം. അധികം കാണുന്ന ആഗ്രഹിക്കുന്ന മുഖമൊന്നുമല്ല. എങ്കിലും നീ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് അനുസരിച്ചേക്കാം. നിന്നോട് അയാൾ സഹതാപം കാണിച്ചെന്ന് കരുതി നീ കൂടുതൽ അയാളെ സ്നേഹിക്കാനൊന്നും പോണ്ട. സ്നേഹം തന്നിട്ട് ചിലപ്പോ പ്രതീക്ഷിക്കാത്ത സമയത്ത് തിരിച്ചടിച്ചെന്നിരിക്കും. പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ ഉറപ്പായും മാറ്റം ഉണ്ടാകേണ്ടതാണ്. സ്കാൻ റിപ്പോർട്ടിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇതിനേക്കാൾ നിരാശരായിട്ട് ഒരുപാട് പേരെന്നെ വന്ന് കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ വളരെ പോസിറ്റീവായ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. മിടുക്കനോ. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ അച്ഛൻ ആരാന്ന് അന്വേഷിക്കണം. അതെ,
ഡോക്ടർ കൈവച്ച പിന്നെ കുട്ടികളുടെ കരച്ചില് കേൾക്കാൻ പറ്റും, അത് ഉറപ്പാ. എവിടെയാ നിങ്ങളുടെ വീട്? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ആ, അപ്പോ വലിയ ദൂരത്തിലല്ല. റിയാസ് വിളിച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യം. അയാളുടെ വൈഫിന് ഇതിലും കോംപ്ലിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഡെലിവറി കഴിഞ്ഞപ്പോ 2 കുട്ടികളെ കിട്ടിയത്. അതിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരിക്കലും നിരാശ പാടില്ല. നമ്മൾ വിഷമിക്കുമ്പോ, നിരാശപ്പെടുമ്പോ, ഞാൻ പറഞ്ഞല്ലോ, ഹോർമോണുകളിൽ വ്യത്യാസം വരും. അതുപോലെ ബ്രോയിലർ ചിക്കൻ പോലുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒഴിവാക്കണം. നമ്മൾ മീനൊക്കെ കഴിക്കുവാണെങ്കിൽ ദിവസങ്ങളോളം ഐസിട്ട് വെച്ചിരിക്കുന്ന വലിയ മീനൊന്നും കഴിക്കണ്ട. നെത്തോലി, ചാള അതുപോലത്തെ ചെറിയ മത്സ്യങ്ങൾ വേണം ഉപയോഗിക്കാൻ. റെഡ് മീറ്റ് പരമാവധി ഒഴിവാക്കണം. എന്നിട്ട് വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ശ്രദ്ധിക്കണം. അതിലുകൊണ്ട് വിഷാംശം. നന്നായിട്ട് കഴുകി ഉപയോഗിക്കണമെന്ന് മാത്രം. ഇനി ഞങ്ങൾ എപ്പോഴാ വരേണ്ടത് ഡോക്ടർ? ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആ, വരുമ്പോ ഓർമ്മയുണ്ടല്ലോ, ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് വേണം വരാൻ. ഇവിടെ വരുമ്പോ 2 ആളോടും കൂടിയാ സംസാരിക്കേണ്ടത്. അതുകൊണ്ടാ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ, ഒരു കാരണവശാലും അമ്മമാരെയും കൊണ്ട് ഇങ്ങോട്ട് വരരുത്. അമ്മയോട് ഡോക്ടർക്ക് ഒന്നും പറയാനില്ല, ഭർത്താവിനോടെ പറയാനുള്ളൂ. താനൊന്നും ഉണ്ടായിരിക്കടോ. അല്ല, പറയണ്ടേ ഡോക്ടറെ, അല്ലെങ്കിൽ വരുന്നവർക്ക് തിരിച്ചു പോകേണ്ടി വരില്ലേ ഡോക്ടറെ കാണാതെ? ഞങ്ങൾ വരുമ്പോ ഒന്നിച്ചേ വരൂ. ആ, അപ്പൊ പിന്നെ ഒന്നിച്ച് കണ്ടിട്ട് ഒന്നിച്ചു പോകാം. ശരി ഡോക്ടർ. ഫീസ് എത്രയാ? 1500. കാശ് തുച്ഛം, ഗുണം മെച്ചം, അതാണ് ഇവിടുത്തെ രീതി. രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വരാം ഡോക്ടർ. ആയിക്കോട്ടെ. ഇടയ്ക്ക് കയറിയുള്ള തന്റെ സംസാരം ഉണ്ടല്ലോ, അത് നിർത്തിക്കോണം. ഞാനിങ്ങനെ ഇടയ്ക്ക് കേറുന്നോണ്ടാ നീതേച്ച് ഇങ്ങോട്ട് വരാത്തത്. അല്ലെങ്കിലേ ഇതുപോലെ ആയിരിക്കില്ല സംസാരം. വരുന്നവരുടെ മുന്നിൽ വെച്ച് തൊലി ഒരുക്കും. അത് മറക്കണ്ട. ഇരിക്കെ ഡോക്ടറെ കാണാൻ പോകുന്നില്ല ഇടയ്ക്കിടയ്ക്ക്? ഉണ്ട്. അതേപ്പറ്റി ചോദിക്കാനാ വന്നത്. അത് ഫോണിലൂടെ ചോദിക്കായിരുന്നല്ലോ. എന്താ, എനിക്കിവിടെ നേരിട്ട് വന്നൂടെ? അയ്യോ, വരാം. പിന്നെ ഇന്നലെ ഇവിടെ വന്നിട്ട് പോയതല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് എപ്പോ കാർത്തൂനെ കാണണമെന്ന് തോന്നിയാലും ഞാൻ ഓടിയെത്തും. അല്ല, ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? എന്റെ മനസ്സിലുണ്ടായിരുന്ന നേരിയ ഭയം മാറി വരുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ഗുണങ്ങളുണ്ട്, ദോഷവുമുണ്ട്. നമ്മുടെ ഗുണങ്ങളെപ്പറ്റി നമ്മൾ പറയൂ, ദോഷങ്ങളെപ്പറ്റി ചിന്തിക്കാറില്ല. മറ്റുള്ളവര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പലരും മനസ്സ് കാണിക്കാറുമില്ല. ഈ ലോകത്ത് പലരും നല്ലവരാ, പക്ഷേ മോശക്കാരുമുണ്ട്. എന്നാലും എല്ലാ അർത്ഥത്തിലും നല്ലവനാണെന്ന് തോന്നുന്ന ഒരാളാണ് നമ്മളെ സംരക്ഷിക്കുന്നതെങ്കിൽ അയാളുമായി ഇഴുകിച്ചേരുക തന്നെ വേണം. ഒരിക്കലും അയാളെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇന്നോ ഒരു ദിവസം മയക്കുമരുന്നിന്റെ ലഹരിയിൽ കണ്ണന്റെ അനിയൻ മോളോട് മോശമായിട്ട് പെരുമാറി. എന്നാ കണ്ണനോ മോളുടെ എല്ലാ വേദനയിലും മോളെ ചേർത്ത് പിടിക്കാൻ പറ്റൂങ്കി ഞാനിവിടെ വരാം. എനിക്ക് ഗൾഫും അമേരിക്കയൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ പെട്ടെന്ന് 3 പേരും കൂടി കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാമി. അപ്പോ ഞാനിവിടെ ഒറ്റയ്ക്കായി പോകത്തില്ലേ മോനെ? വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പൈസക്ക് ക്ഷാമം ഉണ്ടാവില്ല മാമി. മാമിക്ക് വേണ്ടതൊക്കെ മാസം ഞാൻ അയച്ചു തരും. ഒരു ജോലിക്കാരിയെ വെച്ച് മാമി തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ മാമിയുടെ ഒരു ചേച്ചി ഉണ്ടല്ലോ, അവരെ വിളിച്ചു നിർത്താം. അവിടെ ഞങ്ങളൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ പിന്നെ മാമിയെ കൊണ്ടുപോവാലോ.
എന്തായാലും കുഴപ്പമില്ല. മോൻ പോകുന്നുണ്ടെങ്കിൽ ഇവള് കൂടെ വേണം, നിങ്ങളുടെ കുഞ്ഞും. ഇവളില്ലാതെ ഇനി ഒരു ദിവസം പോലും എനിക്ക് കഴിച്ചുകൂട്ടാൻ പറ്റില്ല മാമി. അതുകൊണ്ട് ഫ്ലൈറ്റ് കയറുന്നുണ്ടെങ്കിൽ കൂടെ വിജിതയും കാണും. ഓ, മോൻ മിടുക്കനാ. കുറച്ചൊക്കെ തിരിച്ചടി ഉണ്ടായെങ്കിലും കാര്യങ്ങളൊക്കെ പഴയതുപോലെ നേരെയാവും. നിങ്ങളെന്തിനാ ഞാൻ കൂടെ പോണമെന്ന് നിർബന്ധിക്കുന്നത്? അതല്ലേ ശരി. ഒരു ശരിയില്ല. അങ്ങേരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോണെന്നാണ് എന്റെ ആഗ്രഹം. അയാൾക്ക് എന്നെ അടുത്ത് വേണമായിരിക്കും. പക്ഷേ എനിക്കെന്നും കാണേണ്ടത് എന്റെ കുഞ്ഞിന്റെ അച്ഛനായ ദീപേട്ടനെയാ. അമ്മ അത് മറക്കരുത്. നിങ്ങൾ എന്തിനാണ് അവിടെ വരുന്നത്? മനഃപൂർവ്വം സ്വാമി സാറിനെയും അദ്ദേഹത്തിന്റെ മോളെയൊക്കെ വേദനിപ്പിക്കാനല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്ന സമയത്ത് പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. ഞാനിപ്പോ അധികം അമ്പലങ്ങളിലൊന്നും പോവാറില്ല. പക്ഷെ അവിടെ പോകണമെന്ന് എന്നോട് എന്റെ മനസ്സ് പറയുന്ന പോലെ. ഇതിനു മുമ്പ് ഒരു ദിവസം സ്വാമി സാറിനെ കണ്ടത് അവിടെ വെച്ചല്ലേ? എന്നിട്ട് വീണ്ടും അവിടെ പോയത് അതുപോലെ ആരെങ്കിലും കാണുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ? ഇനി അവിടെ വെച്ചെങ്ങാനും ദേവയെ കണ്ട അവരുടെ മനസ്സമാധാനം കളയാം അല്ലേ? ആ നാഗദൈവങ്ങളെ സാക്ഷിയാക്കിയാൻ പറയാ, അങ്ങനെയൊന്നും മനസ്സിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് പോന്നേ? നാഗങ്ങൾ എന്നെ ശല്യം ചെയ്യുന്ന പോലെ ഒരു തോന്നല്. ഉഗ്രവിഷമുള്ള പാമ്പ് നിങ്ങളെ കൊത്തായിരുന്നത് നിങ്ങളുടെ ഭാഗ്യം. നിങ്ങൾ ഡോക്ടർമാർക്ക് ഇത്തരം വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ? ഞാനൊരു നല്ല ദൈവവിശ്വാസിയാ. ഞാൻ ഏതൊരു പേഷ്യന്റിന് മരുന്ന് കുറിക്കുമ്പോഴും ഒരു നിമിഷം ദൈവത്തെ മനസ്സിൽ വിചാരിച്ചിട്ടാ ചെയ്യാറ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. നാഗങ്ങൾ സത്യമുള്ളവരാ. അവരുടെ മുമ്പിലേക്ക് മനസ്സിനകത്ത് വിഷമുള്ള നിങ്ങളെ പോലുള്ളവർ പോവാതിരിക്കാൻ നല്ലത്. ഇപ്പോ ഡോക്ടർക്ക് പ്രായം 19 കഴിഞ്ഞ് കാണുമല്ലോ. ഈ പ്രായത്തിലാണോ പഴയകാല പ്രേമമൊക്കെ മനസ്സിനകത്തേക്ക് കടന്നു വന്നത്? ദേവതന്ത ഇത് നല്ലൊരു മനുഷ്യന്റെ ഭാര്യ. അദ്ദേഹം അവരെ പൊന്നുപോലെ നോക്കുന്നേ. അദ്ദേഹത്തെ ഇനി അന്നത്തെ ആ ചതികളുടെ കഥകൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാനൊരിക്കലും ദേവയുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാ. ഇന്ന് ഈ ലോകത്ത് ആ പാവപ്പെട്ട സ്ത്രീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും കാണരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതും നിങ്ങളെയാ. അതിലെനിക്ക് അത്ഭുതമൊന്നുമില്ല. അവൾ ഒരിക്കലും എന്നെ കാണാൻ ആഗ്രഹിക്കില്ല. ഞാൻ മരിച്ചെന്നറിഞ്ഞാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ദേവയായിരിക്കും. ആണല്ലോ. പിന്നെ അവര് വരാൻ സാധ്യതയുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്തിനാ പോന്നെ? ഇനി പോവാതിരിക്കാൻ ശ്രമിക്കാം. അബദ്ധവശാൽ പോയാലും അവരെ കാണാതിരിക്കാൻ എവിടെങ്കിലും മറഞ്ഞു നിന്നോളാം. അങ്ങനെ മറഞ്ഞു നിൽക്കുന്നതിന് മുമ്പ് അവര് കണ്ടാലോ? പോകുന്നില്ലാന്നങ്ങ് തീരുമാനിച്ച പോലെ. അതൊക്കെ പോട്ടെ. ഞാനവിടെ വന്നെന്ന് കണ്ണൻ എങ്ങനെ അറിഞ്ഞു? അതെങ്ങനെങ്കിലും ആവട്ടെ. നിങ്ങൾക്ക് പിന്നാലെ ചില ചാരന്മാരുണ്ടെന്ന് കൂട്ടിക്കോ. കൂടുതൽ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട ഡോക്ടറെ. ക്ഷേത്രത്തിൽ വന്ന് മടങ്ങുന്ന നിങ്ങളെ സ്വാമി സാറ് കണ്ടു. എന്നിട്ട് അദ്ദേഹം മറഞ്ഞു നിന്നത്. അദ്ദേഹം മിക്കപ്പോഴും അവിടെ വരാറുണ്ടല്ലേ? ഓ, ഇനി അതറിഞ്ഞിട്ട് വേണം നിത്യേന നിങ്ങൾക്ക് അവിടെ പോവാൻ. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. നിങ്ങളെ കുറിച്ച് അവർക്കൊന്നും അറിയണമെന്നില്ല. അവരെ കുറിച്ച് നിങ്ങളോടൊന്നും പറയാൻ എനിക്ക് താല്പര്യവുമില്ല. ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരിയെങ്കിലും മനുഷ്യത്തുണ്ടെങ്കിൽ നമ്മളങ്ങ് മാറി നടന്നു പോണം. അതെ, നിങ്ങളിനി അമേരിക്കയിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? ഇനി പോകുന്നില്ല. പോയിരുന്നെങ്കിൽ ഇവിടെ എല്ലാവർക്കും സമാധാനമായേനെ.
സാറിന്റെ വിഷമങ്ങൾ മാറ്റാൻ എനിക്ക് കഴിയണേ കൃഷ്ണ. എന്റെ ഉള്ളിലെ ഭയത്തിനെ എടുത്തു കളയണേ കൃഷ്ണ. ഗുരുവായൂരപ്പ. കാർത്തൂന് ഞാൻ നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ട്. മോള് നല്ല സന്തോഷത്തിലാ. പഴയതുപോലൊന്നുമല്ല സംസാരിച്ചത്. നിന്റെ അടുത്തല്ലേ സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ പറ്റൂ. നിന്റെ പ്രാർത്ഥന കൊണ്ടാ മോളുടെ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം മാറിയത്. നിന്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇതും ശരിയാവും. മോളെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങിയിട്ട് അമ്മ ഓരോന്ന് തുറന്നടിച്ചങ്ങ് പറഞ്ഞു. ചെറിയ രീതിയിൽ വഴക്കും പറഞ്ഞു. അത് നീ കാര്യാക്കണ്ട. ഒരുപാട് അടുപ്പം കാണിക്കുന്നതാ. അത് മോക്ക് മനസ്സിലാവും. അമ്മ അമ്പലത്തിൽ പോയിരിക്കുക. ദാ പ്രസാദം. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു അപ്പച്ചി. ഒരുപാട് നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ചു നേരേ ആയുള്ളൂ. ആ, ഞാൻ വാതിൽ തുറക്കാം. അതിനു മുൻപേ മോളൊന്നും നിന്നെ. ഞാൻ അറിഞ്ഞു കാര്യങ്ങള്. നിന്റെ വിഷമൊക്കെ മാറിയുടെ മോനെ? പവിത്ര വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടു. ഞാൻ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ കൊള്ളാല്ലേ. ഒരാഴ്ചത്തെ സമയം പറഞ്ഞു. അതിനുള്ളില് മോളുടെ പ്രശ്നങ്ങളൊക്കെ മാറി. നാഗക്ഷേത്രത്തിൽ പോയായിരുന്നു അല്ലേ? പോയി. അത് വേണം. ഇനി നിങ്ങൾ രണ്ടുപേരെയും കൂട്ടി ഒരു നാഗപൂജയൊക്കെ നടത്തണം, വളരെ വിപുലായിട്ട്. എടാ, കണ്ണൻ ഇപ്പോഴും വാടക വീട്ടിലാ. അവർക്ക് ഒരു വീട് വാങ്ങിക്കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്യാന്ന്. ഞാനും പറഞ്ഞു, പക്ഷെ കണ്ണേട്ടൻ അത് കേൾക്കുന്നില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് പണം തരാനുണ്ടെന്നാ പറയുന്നത്. പണം കൊണ്ട് എല്ലാം നേടാൻ പറ്റില്ലല്ലോ. അവർക്ക് സ്വന്തമായിട്ടൊരു കൂര വേണ്ടേ? ദീപന്റെ പേരിൽ ഒരു 3.5 ഏക്കർ സ്ഥലമുണ്ട്.
അതിൽ നിന്നൊരു 10-25 സെന്റ് സ്ഥലം അവൻ കൊടുക്കാന്ന് പറഞ്ഞതാ വീട് വെക്കാനായിട്ട്. എന്നാ അങ്ങനെ നോക്ക്. അല്ലെങ്കിൽ നമുക്കൊരു വീട് സ്ഥലവും കൂടി വാങ്ങിച്ചു കൊടുക്കാം. കണ്ണേട്ടൻ അങ്ങനെ കേക്കില്ല. പണ്ട് മുതലേ ഉള്ള ശീല. ആരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. പിന്നെ ജയിലിൽ പോയ ശേഷം ഒരു മാർഗം ഇല്ലാത്തോണ്ടാ സാറിന്റെ സഹായം സ്വീകരിച്ചത്. അതിങ്ങോട്ട് ആവശ്യപ്പെട്ടല്ലോ, ഞാനായിട്ട് ചെയ്തു കൊടുത്തല്ലേ. ഇപ്പൊ പശുക്കളുണ്ട്, കടയുണ്ട്. അതിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉടനെ 5-6 സെന്റ് ഭൂമി വാങ്ങാമെന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് അവിടെ ഒരു കൊച്ചു വീട് വെക്കാമെന്നും. മോളൊന്ന് കണ്ണനോട് പറ, ഈ കടുംപിടുത്തൊന്നും വേണ്ട, എത്രയും പെട്ടെന്നൊരു വീടുണ്ടാക്കാൻ. ഞങ്ങളുടെ സഹായം സ്വീകരിക്കാനും പറ. എത്ര വലിയ വീട് വേണമെങ്കിലും വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാ. കാർത്തൂനിഷ്ടം ഇപ്പോഴും കണ്ണേട്ടനും പവിത്രടുത്ത് മോളൊക്കെ ആയിട്ട് ഒരു കൂട്ടുകുടുംബം പോലെ ജീവിക്കണമെന്നാ. അങ്ങനെയെങ്കിൽ അങ്ങനെ. മതിലകം തറവാടിനേക്കാൾ നല്ലൊരു തറവാട് അതിനുവേണ്ടി ഞാൻ വാങ്ങിത്തരാം. നിങ്ങളെല്ലാം അവിടെ കുടിക്കൂ. അല്ല, ഇന്ന് നാഗക്ഷേത്രത്തിൽ പോയിട്ട് എന്താ പറഞ്ഞത്? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അത് വെറുതെ. മോള് ഭാഗത്തോട്ട്. വരൂ അപ്പച്ചി. ഞാൻ ഈ പ്രസാദം പൂജാമുറിയിൽ വെച്ചിട്ട് വരാം അപ്പച്ചി. ഇത്രയും കാർത്തൂനെ സ്നേഹിക്കാൻ മാത്രം അപ്പച്ചിയുടെ മനസ്സിനെങ്ങനെ അയാൾ സ്വാധീനിച്ചേ? കേറി വാ അപ്പച്ചി. വാ ഇരിക്കെ. ശരിക്കും ഇന്നലെ ഒരു താലികെട്ടോടെ നടത്തായിരുന്നു അമ്പലത്തിൽ വെച്ച്, അല്ലേ? പവിത്രയ്ക്ക് മുന്നേ ഏടത്തി എന്നെ വിളിച്ചു. ഇന്നലെ കാർത്തു നല്ല സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞു. അമ്മ അടുത്തൊരു ചേച്ചിക്കൊപ്പം ചേർത്തെടുത്ത് ദേവീക്ഷേത്രത്തിൽ പോയതാ. ഇവിടെ വന്നതിന് ശേഷം മിക്ക ദിവസവും അമ്മ അമ്പലത്തിൽ പോവും. അവിടുത്തെ ദേവിക്ക് നല്ല ശക്തിയാന്നാ പറയുന്നത്. ഏട്ടത്തി പോയതേ എന്റെ അതേ ആവശ്യം പറയാനാ. ഒരു പേരക്കുട്ടിയെ എത്രയും പെട്ടെന്ന് താലോലിക്കാൻ കഴിയണേന്ന്. ഞാൻ എപ്പോഴും വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് മോൾക്ക് ബുദ്ധിമുട്ടായോ? ഏയ്, ഒരിക്കലും ഇല്ല അപ്പച്ചി. മഞ്ജു അടുത്ത് ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇതുവരെ ഇല്ല. അവൾക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ഒന്നും ഫലം ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അവളുടെ സ്വഭാവം കൊണ്ട് തന്നെയാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അടുത്തേക്ക് വേണ്ടി. അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കിട്ടണേന്ന്.